അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവർ, നമസ്കാരം. ഞാൻ ഈ വീഡിയോയിലെത്തിയിട്ടുള്ളത് ഇന്നത്തെ ചന്ദ്രികയിലുള്ള റിപ്പോർട്ട്. ഇന്നലെ നമ്മോട് വിട്ടുപിരിഞ്ഞ PC ഹംസാജിയെ കുറിച്ചിട്ടുള്ള ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. പാലക്കാട് മുസ്ലിം ലീഗ് നേതാവും നൂർജഹാൻ ഹോട്ടൽ ശൃംഖലയുടെ സ്ഥാപകനും ഉടമയുമായ പാലക്കാട് കോട്ടമൈതാനം റബിനത്തിൽ PC ഹംസഹാജി 89 അന്തരിച്ചു. ഖബറടക്കം ഇന്ന് തലശ്ശേരി സ്റ്റേഡിയം ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ. മുസ്ലിം ലീഗ് പ്രഥമ പാലക്കാട് താലൂക്ക് ട്രഷറർ, താലൂക്ക് മുസ്ലിം ലീഗ് സെക്രട്ടറി, മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ്, ജില്ലാ കമ്മിറ്റി അംഗം, ദീർഘകാലം പാലക്കാട് ജില്ലാ ആശുപത്രി വികസന സമിതി അംഗം, ഹോട്ടൽ റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ രക്ഷാധികാരി, കോഓപ്പറേറ്റീവ് ബാങ്ക് വൈസ് പ്രസിഡന്റ് തുടങ്ങിയ സ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചു. ഭാര്യ TK ഇസ്സത്ത്, മക്കൾ അബ്ദുറഹീം, അബ്ദുൽ മജീദ്, അബ്ദുൾ റഊഫ്, മുഹമ്മദ് റഫീഖ്, റയീസുദ്ദീൻ, മുഹമ്മദ് റിയാസ്, മുഹമ്മദ് റാസി, റബാന, മരുമക്കളെ റഹ്മത്ത്, ഷമീന, തസ്നീമ, ഷംസീന, ഫാരിഷ, ലുലൂട്ടി, നംസീന, ഡോക്ടർ ഷഫീഖ്. പ്രിയപ്പെട്ട PC ഹംസാജിയെ കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വിവരങ്ങൾ, അദ്ദേഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും വിവരങ്ങളാണ് നമ്മൾ ഇപ്പോൾ വായിച്ചു കേട്ടത്. അദ്ദേഹത്തെക്കുറിച്ച് അനുസ്മരണം നമ്മുടെ ചന്ദ്രികയിൽ 6-ാം പേജിൽ, വിദ്യാഭ്യാസം പൊതുവാർത്തകളുള്ള ആ പേജിൽ ഇന്ന് അദ്ദേഹത്തെക്കുറിച്ച് കൃത്യമായ ഒരു അനുസ്മരണമുണ്ട്. ഞാൻ അനുസ്മരണത്തിലേക്ക് കടക്കുകയാണ്. മുസ്ലിം ലീഗിനെ വിരുന്നൂട്ടിയ നേതാവ് ചന്ദ്രികയെ നെഞ്ചോട് ചേർത്തു. ഞാൻ ആ ലേഖനത്തിലേക്ക് കടക്കുകയാണ്. പാലക്കാട് മുസ്ലിം ലീഗിനെ വിരുന്നൂട്ടിയ നേതാവ് PC ഹംസഹാജി വിടവാങ്ങി. യുവാവായിരിക്കെ പാലക്കാടെത്തി ഹോട്ടൽ നൂർജഹാൻ നടത്തിപ്പ് ഏറ്റെടുത്ത ഹംസഹാജി പിന്നീട് മുസ്ലിം ലീഗ് നേതാവായും ചന്ദ്രികയുടെ ഉറ്റത്തോഴനായും മലബാറിൻ്റെ രുചിക്കൂട്ട് പാലക്കാട്ടുകാർക്ക് വിളമ്പിയും പാലക്കാട്ടുകാരുടെ ഹംസാക്കയായി. ഹംസാജിയുടെ വളർച്ച നൂർജഹാൻ എന്ന ഹോട്ടൽ ബ്രാൻഡിൻ്റെ ചരിത്രം കൂടിയാണ്. പാലക്കാട് പൊള്ളാച്ചി റെയിൽ പാതയോരത്ത് ഗാന്ധി ബസാറിൽ 3 മുറിയുള്ള പഴയ വോട്ടുപുരയിൽ പ്രവർത്തിച്ചിരുന്ന പഴയ ഹോട്ടൽ 1950 ഹംസയുടെ പിതാവ് ഹമീദ് ഏറ്റെടുത്തതോടെയാണ് നൂർജഹാൻ്റെ വളർച്ച തുടങ്ങുന്നത്. പിന്നീടുള്ള നൂർജഹാൻ എന്ന ബ്രാൻഡിൻ്റെ വളർച്ചയിൽ പിതാവിനൊപ്പം ഹംസയുടെ കൃത്യതയോടുള്ള ഇടപെടലായിരുന്നു. ഇഡ്ഡലിയും ദോശയും പൊങ്കലും സേവയും ശീലിച്ചിരുന്ന പാലക്കാട്ടുകാർക്ക് മലബാറിൻ്റെ തനത് രുചിയുള്ള ഇറച്ചിയും പത്തിരിയും ബിരിയാണിയും നെയ്ച്ചോറും ഉന്നക്കായും തുടങ്ങിയ രുചിയേറിയ വിഭവങ്ങൾ പരിചയപ്പെടുത്തുന്നത് നൂർജഹാനായിരുന്നു. തലശ്ശേരിയിലും മാഹിയിലും കാൽപന്ത് കളിയിൽ വ്യാപ്തനായിരുന്ന ഹംസ പാലക്കാട്ടെത്തി ഹോട്ടൽ നടത്തിപ്പിൽ ഇടപെടുന്നത് യാദൃശ്ചികമായാണ്. ബാപ്പയുടെ ഒരു കേസുമായി ബന്ധപ്പെട്ട് തലശ്ശേരിയിൽ മുസ്ലിം ലീഗ് നേതാവ് KM സീതി സാഹിബിനെ കാണാൻ പോയതാണ് അതിന് നിമിത്തമായി മാറിയത്. അക്കാലത്ത് 1953 ഒക്ടോബറിൽ പാലക്കാട് നടക്കുന്ന മുസ്ലിം ലീഗ് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ സീതി സാഹിബ് ഹംസയോട് ആവശ്യപ്പെടുകയായിരുന്നു. സീതി സാഹിബിൻ്റെ ഉപദേശപ്രകാരം പാലക്കാട് കോട്ടമൈതാനിയിൽ നടക്കുന്ന മുസ്ലിം ലീഗ് സമ്മേളനത്തിൽ പങ്കെടുക്കാനാണ് ആദ്യമായി ഹംസ പാലക്കാട് എത്തുന്നത്. കോട്ടമൈതാനത്ത് പന്തൽ കെട്ടി ടിക്കറ്റ് വെച്ച് നടത്തിയ ഐതിഹാസികമായ സമ്മേളനത്തിൽ പങ്കെടുത്തതോടെയാണ് യുവാവായ ഹംസ ഈ പ്രസ്ഥാനത്തിൽ ആകർഷനാവുന്നത്. സമ്മേളനത്തിന് ശേഷം മുസ്ലിം ലീഗ് നേതാക്കൾക്ക് നൂർജഹാൻ ഹോട്ടലിൽ ബാപ്പ നൽകിയ സൽക്കാരത്തിൽ സാക്ഷിയായതോടെയാണ് പിന്നീടുള്ള കാലമത്രയും മരണം വരെ ഈ പ്രസ്ഥാനത്തോടൊപ്പം സഞ്ചരിച്ചു. അന്നാണ് ബാപ്പയുടെ നൂർജഹാൻ ഹോട്ടൽ ഹംസ ആദ്യമായി കാണുന്നത്. മുസ്ലിം ലീഗ് നേതാക്കൾക്ക് അന്ന് ബാപ്പ നൽകിയ സൽക്കാരത്തിൻ്റെ തുടർച്ച പിന്നീട് പുത്രൻ മുടങ്ങാതെ ഏറ്റെടുക്കുകയായിരുന്നു. അന്ന് സീതി സാഹിബ്, ഉപ്പി സാഹിബ്, CH മുഹമ്മദ് കോയ, തിരുപ്പൂർ മൊയ്തീൻ,
മധുര MP MS ഷെരീഫ് തുടങ്ങിയ നേതാക്കൾ നൂർജഹാനിലെ സൽക്കാരത്തിൽ സംബന്ധിച്ചിരുന്നു. പിന്നീടുള്ള കാലം ബാപ്പയോടൊപ്പം പാലക്കാട് താമസിച്ചു. അക്കാലത്ത് CHമാരുള്ള അടുപ്പം ചന്ദ്രികയുമായി അടുപ്പിച്ചു. കാൽപന്ത് കളിയിലുള്ള കമ്പം വിടാതെ തുടർന്നതിനാൽ പാലക്കാട് ഡൈനാമോസ് ഫുട്ബോൾ ക്ലബ്ബ് അംഗമായി. CHൻ്റെ ആവശ്യപ്രകാരം പാലക്കാട് നടക്കുന്ന ഫുട്ബോൾ മത്സരങ്ങൾക്ക് ചന്ദ്രികയ്ക്ക് വേണ്ടി റിപ്പോർട്ട് ചെയ്തു. കുറച്ചുകാലം ചന്ദ്രിക ലേഖകനായി പ്രവർത്തിച്ചു. ന്യൂമാഹി MM ഹൈസ്കൂളിൽ 10ാം ക്ലാസ് പൂർത്തിയാക്കി മകനെ ഫുട്ബോളിൻ്റെ വഴിയിൽ വിടാൻ പിതാവ് തയ്യാറായില്ല. 1956 നൂർജഹാൻ ഹോട്ടലിൻ്റെ നടത്തിപ്പ് മകൻ ഹംസയെ ഏൽപ്പിക്കുകയായിരുന്നു. അതോടെ ഹോട്ടൽ നൂർജഹാന് പുതുയുഗപ്പിറവിയായിരുന്നു. കഠിനാധ്വാനവും പിതാവ് പഠിപ്പിച്ച സമർപ്പണവും വിനയവും ഹംസക്ക് തുണയായി. പിന്നീട് ഹംസ ഹാജിയുടെ രുചിക്കൂട്ടൽ ഭക്ഷണത്തിൻ്റെ രാഷ്ട്രീയവും പാലക്കാട്ടുകാർ നുകർന്നു. മുസ്ലിം ലീഗ് പ്രവർത്തകനും നേതാവുമായിരിക്കെ തന്നെ എല്ലാ രാഷ്ട്രീയ മത നേതാക്കളുമായി വ്യക്തിബന്ധം വിടാതെ അത് സൂക്ഷിച്ചിരുന്ന അപൂർവ വ്യക്തിത്വമായിരുന്നു ഹംസ ഹാജിയുടേത്. അടിയുറച്ച മുസ്ലിം ലീഗ് ആദർശം മുറുകെ പിടിച്ചിരുന്ന ഹംസ ഹാജി 3 തലമുറയിലെ നേതാക്കളുമായി ബന്ധം കാത്തുസൂക്ഷിച്ചു. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മുതൽ പാണക്കാട് തറവാട്ടിലെ പുതിയ തലമുറ വരെ ആത്മബന്ധം പുലർത്തി. ഖായിദെ മില്ലത്ത് ഇസ്മായിൽ സാഹിബ്, പാണക്കാട് PMS പൂക്കോയ തങ്ങൾ, സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫിഖി തങ്ങൾ, KM സീതി സാഹിബ്, CH സീതി ഹാജി, BV അബ്ദുള്ള കോയ, ഇബ്രാഹിം സുലൈമാൻ സേട്ട്, അഹമ്മദ് സാഹിബ് തുടങ്ങി നേതാക്കളെല്ലാം നൂർജഹാൻ്റെ ആതിഥ്യം വഹിച്ചു. കമ്മ്യൂണിസ്റ്റ് നേതാക്കളായ MN ഗോവിന്ദൻ നായർ, അഴീക്കോടൻ രാഘവൻ, IK നായനാർ തുടങ്ങിയവരെല്ലാം പാലക്കാടെത്തുമ്പോൾ നൂർജഹാൻ വിഭവങ്ങളുടെ രുചി അറിഞ്ഞവരാണ്. പാലക്കാട്ടുകാരായ മുൻ സാംസ്കാരിക മന്ത്രി AK ബാലൻ മുമ്പൊരിക്കൽ നൂർജഹാൻ വിഭവങ്ങളെക്കുറിച്ച് പ്രസംഗിച്ചത് നിയമസഭാ രേഖയാണ്. ഹോട്ടൽ വ്യവസായത്തിൽ മുഴുകുമ്പോഴും പാർട്ടി പ്രവർത്തനത്തിലും സജീവമായിരുന്നു. ആദ്യകാലങ്ങളിൽ പാലക്കാട് ടൗൺ മുസ്ലിം ലീഗ് പ്രസിഡൻ്റായിരുന്നു. പിന്നീട് താലൂക്ക്, മണ്ഡലം കമ്മിറ്റികളിൽ സജീവമായി. 50 വർഷക്കാലം തുടർച്ചയായി പാലക്കാട് സുൽത്താൻപേട്ട ഏരിയ മുസ്ലിം ലീഗ് പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ചു. പാലക്കാട് ജില്ലാ ആശുപത്രി വികസന സമിതി അംഗമായി 22 വർഷം സേവനമനുഷ്ഠിച്ചു. ഇന്ന് ജില്ലാ ആശുപത്രിയിൽ കാണുന്ന ആധുനികവൽക്കരണത്തിൽ ഹംസ ഹാജിയുടെ പരിശ്രമങ്ങളുണ്ട്. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ സ്ഥാപകരിൽ ഒരാളായ ഹംസ ഹാജി ദീർഘകാലം സംഘടനയുടെ രക്ഷാധികാരിയായിരുന്നു. പാലക്കാട് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സ്ഥാനവും അലങ്കരിച്ചിട്ടുണ്ട്. ഇതിലെല്ലാം ഉപരി ചന്ദ്രിക എന്ന പ്രസ്ഥാനത്തെ നെഞ്ചോട് ചേർത്ത് നിർത്തിയിരുന്നു. പാലക്കാട് ചന്ദ്രികയുടെ വളർച്ചയിൽ ഹംസ ഹാജി മുന്നിലുണ്ടായിരുന്നു. പാലക്കാട് ചന്ദ്രിക ന്യൂസ് ബ്യൂറോ ആധുനികവൽക്കരണത്തിൽ പ്രധാന പങ്കുവഹിച്ചു. ചന്ദ്രിക പ്രവർത്തകരുമായും ആത്മബന്ധം സ്ഥാപിച്ചു. സ്നേഹത്തിൽ ചാലിച്ച ഹംസ ഹാജിയുടെ ഇടപെടലും സമർപ്പണവും നൂർജഹാൻ വിഭവങ്ങൾക്ക് രുചിയേറെയായിരുന്നു. ഒരേ സമയം നൂർജഹാൻ ഹംസ ഹാജി, മുസ്ലിം ലീഗ് ഹംസാക്കയും ചന്ദ്രിക ഹംസാക്കയുമായിരുന്നു. ഹംസ ഹാജിക്ക് പകരം ഹംസ ഹാജി മാത്രം. PC ഹംസ ഹാജി മുസ്ലിം ലീഗിൻ്റെയും ചന്ദ്രികയുടെയും മുഖം. പ്രിയങ്കരനായ പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രിയപ്പെട്ട ഹംസ ഹാജിയെ അനുസ്മരിക്കുന്നു. പാലക്കാട് ജില്ലയിലെ മുസ്ലിം ലീഗിൻ്റെയും ചന്ദ്രികയുടെയും മുഖമായിരുന്നു നൂർജഹാൻ PC ഹംസ ഹാജി എന്ന് പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. പുതിയൊരു സമ്മേളന കാലത്ത് കാത്തുനിൽക്കാതെ നൂർജഹാൻ PC ഹംസ സാഹിബ് മടങ്ങിയത്. പുതിയൊരു സമ്മേളനക്കാലത്തിന് കാത്തുനിൽക്കാതെയാണ് നൂർജഹാൻ PC ഹംസ സാഹിബ് മടങ്ങിയത്. പൊതുപരിപാടികളിലും സമ്മേളനത്തിലും നിറസാന്നിധ്യമായിരുന്നു അദ്ദേഹം. B പോക്കർ സാഹിബ് പങ്കെടുത്ത പാലക്കാട് സമ്മേളനത്തിൻ്റെ ചരിത്രം അദ്ദേഹത്തിൽ നിന്നും കേൾക്കാൻ പ്രത്യേക രസമായിരുന്നു. തലമുറകളെ ബന്ധിപ്പിച്ചിരുന്ന പാലമായിരുന്നു അദ്ദേഹം. ഖായിദെ മില്ലത്ത് ബാഫക്കി തങ്ങൾ, പൂക്കോയ തങ്ങൾ, CH മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ തുടങ്ങിയ പുതിയ കാലത്തെ നേതാക്കളുമായും അഭേദ്യമായ ബന്ധമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. വിവിധ പരിപാടികൾക്കായി പാലക്കാടെത്തുമ്പോൾ സ്വീകരിക്കാൻ ഹംസ സാഹിബ് ഉണ്ടായിരുന്നു. പൊതുജീവിതം നൽകിയ സ്നേഹത്തിൻ്റെ മറ്റൊരു കണ്ണി കൂടി
അദ്ദേഹത്തിൻ്റെ വിയോഗത്തോടെ അറ്റുപോയിരിക്കുന്നുവെന്നും സർവശക്തൻ പ്രിയപ്പെട്ടവരുടെ പരലോക ജീവിതം റാഹത്തിലാക്കട്ടെ, ആമീൻ എന്നും പ്രിയപ്പെട്ട സെയ്ദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളുടെ അനുശോചനത്തിൽ പറഞ്ഞു. PC ഹംസാജിയുടെ നിര്യാണത്തിൽ മുസ്ലിം ലീഗ് നേതാക്കൾ അനുശോചിച്ച ഒരു റിപ്പോർട്ട് കൂടി താഴെയുണ്ട്, അതുകൂടി ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കാം. മുസ്ലിം ലീഗ് നേതാവ് നൂർജഹാൻ ഹോട്ടൽ സ്ഥാപകനും ഉടമയുമായ PC ഹംസാജിയുടെ നിര്യാണത്തിൽ മുസ്ലിം ലീഗ് നേതാക്കൾ അനുശോചിച്ചു. പാലക്കാട് നടന്ന മുസ്ലിം ലീഗ് സമ്മേളനങ്ങളുടെ വിജയത്തിനും പാർട്ടിയെ പഴയകാല നേതാക്കളോടൊപ്പം ചേർന്ന് കെട്ടിപ്പടുക്കുന്നതിലും വലിയ പങ്കുവഹിച്ച നേതാവായിരുന്നു ഹംസാജി എന്ന് പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ അനുസ്മരിച്ചു. മുസ്ലിം ലീഗിൻ്റെ പഴയകാല നേതാക്കളുമായി അഭേദ്യ ബന്ധമുള്ള PC ഹംസാജി പാലക്കാട് ജില്ലയിലെ മുസ്ലിം ലീഗ് ചരിത്രത്തിൻ്റെ ഒരു ഭാഗമായിരുന്നുവെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് അനുസ്മരിച്ചു. നിര്യാണത്തിൽ മുസ്ലിം ലീഗ് ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ET മുഹമ്മദ് ബഷീർ MP, ട്രഷറർ PV അബ്ദുൽ വഹാബ് MP, അബ്ദുൽ സമദ് സമദാനി MP, സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം, പാണക്കാട് സയ്യിദ് ബഷീർ അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ, ഡോക്ടർ MK മുനീർ സാഹിബ്, CA MA കരീം, അഡ്വക്കേറ്റ് N ശംസുദ്ദീൻ MLA, മരക്കാർ മാരായമംഗലം, ചന്ദ്രിക പത്രാധിപർ കമാർ വരദൂർ, അഡ്വക്കേറ്റ് TA സിദ്ദീഖ്, PA സലാം മാസ്റ്റർ, MM ഹമീദ് തുടങ്ങിയ നേതാക്കൾ അനുശോചിച്ചു. പ്രിയപ്പെട്ട PC ഹംസാജിയുടെ ഖബർ അള്ളാഹു വിശാലമാക്കുമാറാകട്ടെ. അദ്ദേഹം ചെയ്ത മുഴുവൻ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തോടൊപ്പം നമ്മയും അള്ളാഹു അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. ഓരോ പ്രവർത്തകരും ഓരോ ചരിത്ര പുസ്തകങ്ങളാണ് എന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. മുസ്ലിം ലീഗിന് അകൈമമായി മുസ്ലിം ലീഗിനെ സ്നേഹിക്കുകയും പ്രസ്ഥാനത്തിനു വേണ്ടി ജീവിച്ച് പ്രസ്ഥാനത്തിനു വേണ്ടി തൻ്റെ ജീവിതം ഒഴിഞ്ഞുവെച്ച ഒരു നേതാവ് കൂടിയായിരുന്നു PC ഹംസാജി എന്നുള്ളത് ഇന്നത്തെ ഈ ഒരു ലേഖനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പാലക്കാട് മുസ്ലിം ലീഗിനെ നെഞ്ചോട് ചേർക്കാൻ പാലക്കാട്ടെ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിച്ച തലശ്ശേരിക്കാരനായിരുന്ന ഹംസഹാജി പാലക്കാടെത്തി അവിടെ താമസമാക്കുകയും അവിടെയുള്ളവർക്ക് നല്ല ഭക്ഷണം വിളമ്പുകയും ഒക്കെ ചെയ്ത് ഹോട്ടൽ മേഖലയിൽ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച PC ഹംസഹാജി വിട പറയുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ പഴയ തലമുറയിലെ എല്ലാ നേതാക്കളുമായും അകൈമമായ ബന്ധം പുലർത്തിയിരുന്ന ഒരു നേതാവ് എന്നുള്ള നിലക്ക് കൃത്യമായി തന്നെ ദീർഘനാൾ അരനൂറ്റാണ്ടിലപ്പുറം മുസ്ലിം ലീഗിനെ അകൈമമായ ആത്മാർത്ഥതയോടെ സ്നേഹിച്ച തൻ്റെ പിതാവിൻ്റെ അതേ പാത പിന്തുടർന്നുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ നെഞ്ചോട് ചേർത്ത, പ്രത്യേകിച്ച് ചന്ദ്രികയെ നെഞ്ചോട് ചേർത്ത PC ഹംസാജി, ഇതുപോലുള്ള നേതാക്കളാണ് മുസ്ലിം ലീഗിൻ്റെ മുതൽക്കൂട്ട്. ഏതായാലും ഇന്നത്തെ ഈ അനുസ്മരണത്തിൽ എല്ലാം ഉൾക്കൊണ്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. പ്രിയപ്പെട്ട PC ഹംസാജി ബഹുമാന്യനായ മുത്ത് CH മുഹമ്മദ് കോയ സാഹിബിൻ്റെ കൂടെയുള്ള ഒരു ഫോട്ടോ കൂടി ഇന്നത്തെ പത്രത്തിൽ റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട്. ഏതായാലും അതുകൂടി ഞാൻ നിങ്ങളെ കാണിക്കുകയാണ്. അറിയാത്തവർക്ക് PC ഹംസാജിയുടെ റിപ്പോർട്ട് വന്ന ഒരു ഫോട്ടോ കൂടി, ഇന്ന് ചന്ദ്രികയിൽ വന്ന ഫോട്ടോ കൂടി നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കുകയാണ്. ഏതായാലും പ്രിയങ്കരനായ PC ഹംസാജി നമ്മോട് വിട പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തോടൊപ്പം അള്ളാഹു നമ്മയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട്, അതുപോലെ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന് തൻ്റെ ജീവിതവും തൻ്റെ സമ്പാദ്യവും ഒക്കെ ചെലവഴിച്ച മൺമറഞ്ഞു പോയ ഒരുപാട് നേതാക്കൾ, അതുപോലെ തന്നെ പാവപ്പെട്ട മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന് വേണ്ടി തൻ്റെ ജീവനും തൻ്റെ എല്ലാം ഈ പ്രസ്ഥാനത്തിനു വേണ്ടി ചെലവഴിച്ച സാധാരണക്കാരായ ഒരുപാട് മുസ്ലിം ലീഗ് പ്രവർത്തകർ ഇന്നും നമ്മൾക്കിടയിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ മൺമറഞ്ഞു പോയിട്ടുണ്ട്. അവർക്കൊക്കെ അള്ളാഹു സ്വർഗം നൽകി ആദരിക്കട്ടെ. പൊതുപ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവുമൊക്കെ ആത്മീയപരമായി നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് നല്ലൊരു രീതിയിലേക്ക്
പോകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. നമ്മുടെ ജീവിതവും നമ്മുടെ രാഷ്ട്രീയ ജീവിതവും പൊതുപ്രവർത്തനവുമൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ ജീവിതമൊക്കെ ത്യജിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോഴാണ് ഒരു പൊതുപ്രവർത്തകൻ പൂർണ്ണമാകുന്നത് എന്ന് പല രാഷ്ട്രീയ നേതാക്കളും പല മുൻകഴിഞ്ഞ നേതാക്കളുമൊക്കെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മളൊക്കെ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന ഓരോ പ്രവർത്തകരാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലുള്ള പൊതുപ്രവർത്തനങ്ങൾ നടത്താനും സാമ്പത്തികപരമായി നമുക്ക് സഹായിക്കാൻ കഴിയില്ലെങ്കിൽ പോലും നമ്മുടെ തടി കൊണ്ടും നമ്മുടെ പ്രസ്ഥാനത്തെ സ്നേഹിച്ച് നമുക്ക് ചെയ്യാവുന്ന മേഖലയിൽ പൊതുപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് സംഘടനാ തലത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെച്ച് മുന്നോട്ട് പോകാൻ പടച്ചറബ് നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ. ജീവിതകാലം മുഴുവൻ ഈ പ്രസ്ഥാനത്തിൽ അടിയുറച്ച് മുന്നോട്ട് നീങ്ങാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു ആഫിയത്തോടുകൂടെയുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് മുൻപറഞ്ഞ മുഴുവൻ നേതാക്കളെയും അള്ളാഹു അവരെയും നമ്മയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ. ജയ് മുസ്ലിം ലീഗ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും നന്ദി. മഅസ്സലാമ.